ഒരു കറുത്ത തൊലിയുള്ള സ്ത്രീ, ദളിത് സ്ത്രീ ബിന്ദു പോലീസ് സ്റ്റേഷന്റെ വരാന്തയിൽ 10-21 മണിക്കൂർ ഇരുന്നത് എന്തിന്റെ പേരില? കള്ളക്കേസിൽ പെട്ടതിന്റെ പേരില. ഒരു കറുത്ത സ്ത്രീ കാണുമ്പോൾ കള്ളക്കേസിൽ പെടുത്താമെന്ന് പോലീസിന് തോന്നുന്നത് എങ്ങനെയാ? അപ്പോ ഇതിങ്ങനെ നിരന്തരം നടക്കുന്നുണ്ട്. അതേ ആ നിറത്തിന്റെ പേരിൽ വിനായകൻ എന്ന് പറയുന്ന ഒരു യുവാവിനെ, അതെ, അവൻ ആത്മഹത്യ ചെയ്തത് 18ഓളം ചെറുപ്പക്കാർ മനുഷ്യർ പോലീസ് സ്റ്റേഷന്റെ അകത്തും 10-35ഓളം മനുഷ്യർ പോലീസ് സ്റ്റേഷന്റെ പുറത്തും പോലീസിന്റെ അതിക്രൂരമായിട്ടുള്ള വേട്ടയ്ക്ക് വിധേയമായി മരണപ്പെട്ടിട്ട് ഇവരൊക്കെ ആരാ? ഇവരെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? ഈ ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യർ നിരന്തരം ആക്രമിക്കപ്പെടുന്നു. പോലീസിന്റെ വകുപ്പ് മന്ത്രി അവരുടെ ആത്മവീര്യം ചോർന്നു പോകുന്നു പറഞ്ഞ് അതിനെ അഡ്രസ് ചെയ്യാതിരിക്കുന്നു. സുജിത്തിനെ ലോക്കപ്പിലിട്ട് ഇടിക്കുന്ന ചിത്രങ്ങൾ, ദൃശ്യങ്ങൾ പുറത്തു വന്നു. എന്ത് ആർജവം ഉണ്ടായിരുന്നു അവർക്ക്? ഇപ്പൊ കേരളത്തിലെ CPM അവരുടെ അവസാനത്തെ യാത്രയിലാണ്. CPM തീരുകയാണ്. ആ തീരാൻ പോകുന്ന സമയത്ത് അവസാനം കൈകാലിട്ട് അടിക്കുമ്പോൾ കിട്ടുന്ന പിടിവള്ളിയിലേക്കാണ് സാമുദായിക നേതാക്കന്മാരുടെ വിരൽത്തുമ്പിൽ തൂങ്ങിക്കൊണ്ട് ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാൻ പറ്റുമെന്ന് ശ്രമിക്കുന്നത്. ഒരിക്കലും വരില്ല. കാരണം അതാത് സമുദായങ്ങളിലുള്ള സാധാരണ മനുഷ്യർക്ക് ഇവരെന്ത് കൊടുത്തു? സമുദായ നേതാക്കന്മാർക്ക്, സാധാരണക്കാരായിട്ടുള്ള സമുദായ അംഗങ്ങൾക്ക് എന്ത് കൊടുക്കാൻ സർക്കാരിന് പറ്റി? അത് മറുപടി പറയേണ്ടി വരും. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട, ആചാരങ്ങളുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഒരു വിഭാഗത്തെ പോലീസ് കയറി അതിക്രൂരമായിട്ട് ആക്രമിച്ചു, അല്ലേ? നമ്മുടെ വിഴിഞ്ഞത്ത് അവിടുത്തെ യൂജിൻ പെരേര അടക്കമുള്ള, അച്ഛനെ അടക്കമുള്ള ആളുകളെ പ്രതി ചേർത്തു, ബിഷപ്പിനെ അടക്കം പ്രതി ചേർത്തു. വലിയ കലാപകലുഷിത സാഹചര്യം ഉണ്ടായി. അതുപോലെ ഓരോന്നും തൃശ്ശൂർ പൂരം കലക്കി സുരേഷ് ഗോപിയെ ജയിപ്പിച്ചവർ, ആ പൂരം കലക്കിയവരെ മനസാക്ഷിക്ക് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താൻ പറ്റാത്ത ആളുകളാണ് ശബരിമലയിലെ അയ്യപ്പന് ഈ പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി നടക്കുന്നു എന്ന് പറയുന്നത്.